ആ രാജ്യത്തെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റാൻ ബെഞ്ചമിൻ നെതന്യാഹുവിന് കഴിയാം, സയനിസ്റ്റുകൾക്ക് കഴിയാം, ജൂതലോബികൾക്ക് കഴിയാം. പക്ഷെ ചരിത്രം പറയുന്ന ഒരു സത്യമുണ്ട്. ഒരു വിജയത്തിന്റെയും അവസാനം നിത്യമായ വിജയമല്ല. ഒരു യുദ്ധത്തിന്റെയും അവസാനത്തെ കഥ എന്ന് പറയുന്നത് വിജയിച്ചു എന്ന് പറയാം. പക്ഷെ അതിന് പുറകിലൊന്നുണ്ട്. ആർഷഭാരതത്തിലെ വലിയൊരു യുദ്ധമാണ് മഹാഭാരത യുദ്ധം. ആ മഹാഭാരതത്തിന് അവസാനം ഒരു കാണ്ഡമുണ്ട്, മൗസല പുരാണം എന്നതിന് പറയാം. 200 ശ്ലോകങ്ങളാണ്. മഹാഭാരതത്തെ സംബന്ധിച്ചോളം ലക്ഷക്കണക്കിന് ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തെ സംബന്ധിച്ചോളം അവസാനത്തെ ക്ലൈമാക്സ് പറയുന്ന മൗസല പുരാണം 200 ശ്ലോകങ്ങളാണ്. അതൊന്നുമല്ല. ആ 200 ശ്ലോകം എന്താണെന്നറിയോ? നമ്മളെല്ലാവരും പഠിച്ചത് മഹാഭാരത യുദ്ധമുണ്ടായി, കൗരവർ തോറ്റു, പാണ്ഡവർ ജയിച്ചു. പക്ഷെ അതിനപ്പുറം മൗസല പുരാണം പറയുന്ന ഒരു കഥയുണ്ട്. എല്ലാം ജയിച്ചടക്കിയതിന് ശേഷം എല്ലാ യുദ്ധത്തിനും അപ്പുറം ഏതാണ്ട് 40 ലക്ഷം ആളുകൾ ആ യുദ്ധത്തിന് പങ്കെടുത്തു. അത് പറയുന്ന പേര് 18 അക്ഷയണി എന്നെങ്ങാണ്ടാണ്. എന്ന് പറഞ്ഞാൽ 40 ലക്ഷം പേരാണ് മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്തത്. യുദ്ധത്തിന്റെ ചരിത്രം കൂടെ ഒന്നറിയണം. അന്ന് ഇന്ത്യയിൽ അത്രയും ജനസംഖ്യ ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊക്കെ പിന്നീട് ചർച്ച. അതിൽ പങ്കെടുത്ത് ഏറ്റവും അവസാനം ശേഷിച്ചത് പാണ്ഡവർ 5 പേർ, കൗരവരിൽ നിന്ന് 3 പേർ, പിന്നെ ശ്വാലൻ, പിന്നെ ഒരാൾ കൂടി. ആകെ 10 പേരാണ്. 40 ലക്ഷം പേര് യുദ്ധം ചെയ്തിട്ട് അവസാനം ബാക്കിയുണ്ടായത് 10 പേരാണ്. കൗരവർ 3 പേര്, അശ്വത്ഥാമാവ്, കൃപര്, കൃപാർത്തര് 3 പേര്. പാണ്ഡവർ 5 പേർ. പാണ്ഡവര് ജയിച്ചു. യുദ്ധത്തിന്റെ 18ാം ദിവസം 19ാമത്തെ ദിവസം പരാജയപ്പെട്ട 3 പേർ. വിജയിച്ച പാണ്ഡവര് കടന്നുറങ്ങിയ കൊട്ടാരത്തിന് തീ കൊളുത്തി പാതിരാത്രി. അതിൽ കിടന്ന ആളുകൾ വെന്തു മരിച്ചു. അവസാനം ഞാനിത് പറയുന്നത് വിജയത്തിനു വേണ്ടി മഹാഭാരതം തന്നെ പറയുന്നത് ധർമ്മ സംസ്ഥാപനാർത്യായ സംഭവാമി യുഗ യുഗ എന്നാണ്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമ ധർമ്മസ്യ തഥാചാരം സുജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്യായ സംഭവാമി യുഗേ യുഗേ. പ്രവാചക കാലത്തെ സമയം കുറവാണ്. യുദ്ധത്തെ പരിചയപ്പെടുത്തുന്നവർ, ബദറിനെ പറയുന്നവർ, ഉഹദിനെ പറയുന്നവർ. മഹാഭാരത യുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ പറയുന്നത് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയാണ് യുദ്ധം എന്നാണ്. പക്ഷെ ധർമ്മം സംസ്ഥാപിക്കാനുള്ള യുദ്ധത്തിന്റെ ഇടയിൽ വിജയിക്കാൻ അധർമ്മം ഉണ്ടായിട്ടുണ്ട്. തേരിന്റെ തട്ടിൽ നിന്ന് താഴെ ഇറങ്ങി നിൽക്കുന്ന കർണനെയാണ് പുറകിൽ നിന്ന് അമ്പെയ്ത് കൊന്നത്. ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിട്ട് യുദ്ധം ചെയ്യാതാക്കിയിട്ടാണ് ഭീഷ്മരെ കൊല്ലുന്നത്. യുദ്ധതന്ത്രത്തിന് എതിരായി തുടക്കടിച്ചിട്ടാണ് ദുര്യോധനെ കൊല്ലുന്നത്. അശ്വത്ഥാമാവ് മരിച്ചു എന്ന് കള്ളം പറഞ്ഞിട്ടാണ് ദ്രോണരെ അസ്ത്രബദ്ധനായി നിർത്തി കഴുത്തറക്കുന്നത്. അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു. അപ്പോ യുധിഷ്ഠിരൻ പറഞ്ഞ് എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂല, പുള്ളി സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ പുത്രവാത്സല്യത്താൽ അന്ധനായ ദ്രോണം തളരും. പക്ഷെ അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടിട്ടില്ല. അങ്ങനെ യുധിഷ്ഠിരൻ പറഞ്ഞാലേ വിശ്വസിക്കൂ. കാരണം അന്നത്തെ ഹദാമിയാണ് യുധിഷ്ഠിരൻ. ഇതാ കാലത്ത് ഹദാമി സദ്യക്കുക എന്ന് പറഞ്ഞ പോലെ യുധിഷ്ഠിരൻ അസത്യം പറയില്ല. അവസാനം യുധിഷ്ഠിരൻ പറഞ്ഞു എന്നാണ്, അശ്വത്ഥാമ വന്ന് ആനയെ കൊന്നു, എന്നിട്ട് വിളിച്ചു വന്ന് അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു. സത്യമാണ്. അടുത്തത് കുഞ്ചര. അശ്വത്ഥാമാവ് എന്ന ആന അത് പതുക്കെ പറഞ്ഞു. അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു. കുഞ്ചര അത് ആനയാണ് എന്നത് പതുക്കെ പറയുകയും അസത്യത്തെ ഉറക്കെ പറയുകയും ചെയ്തു. ഇന്ന് ഇത് തന്നെയാണ് നടക്കുന്നത്. അസത്യം ഉറക്കെ പറയുക, സത്യത്തെ പയ്യെ പറയില്ലെന്ന് മാത്രമല്ല, പറയുക പോലും ഇല്ല. ഇവിടെ പാടില്ല ഉറുമ്പിന് പോലും പീഡ. കരുണാകര, ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുതെന്ന് പറഞ്ഞ ഗുരുവിന്റെ പേരിലാണ് അസംബന്ധങ്ങളും അസത്യങ്ങളും പറയാം. കേരളമെങ്ങാനും ഒരു മുസ്ലിം ഭൂരിപക്ഷമായാൽ ഭരണം പിടിച്ചെടുക്കപ്പെട്ടാൽ എന്താ ചെയ്യാ? ഒന്നുമില്ല.
നബിദിനത്തിന് അവധി പ്രഖ്യാപിച്ചപ്പോ ശ്രീകൃഷ്ണ ജയന്തിക്ക്, ഇന്ന് നബിദിനത്തിന്റെ ബാധകമായിട്ടാണല്ലോ, നബിദിനത്തിന് അവധി പ്രഖ്യാപിച്ചപ്പോ ശ്രീകൃഷ്ണ ജയന്തിക്കും അവധി വേണമെന്ന ആപ്ലിക്കേഷൻ വന്നപ്പോ, എന്നാൽ ശ്രീകൃഷ്ണൻ ജയിച്ച ദിവസം അവധി കൊടുക്കട്ടെ എന്ന് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് EK നയനാരെന്നല്ല, K കരുണാകരൻ എന്നല്ല, EMS തങ്കൂരിപ്പാടെന്നല്ല, ഈ തൊപ്പി വെച്ച നല്ല താടിയുള്ള CH മുഹമ്മദ് കോയ എന്നാണ് ശ്രീകൃഷ്ണ ജയന്തി കേരളത്തിൽ അവധിയായി പ്രഖ്യാപിച്ച ഭരണാധികാരിയുടെ പേര്. EMS അല്ല, അന്നൊന്നും അതുണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട്, കാരണം മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുന്ന മഹിതമായ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ് മുസ്ലിം. അവിടെ മനുഷ്യനേ ഉള്ളൂ. അധർമ്മത്താൽ എല്ലാം സംഭവിച്ചിട്ടുണ്ട്. അവസാനം വിജയിച്ച് കീഴടക്കി പരാജിതൻ വീടിന് തീ കൊളുത്തി. പാണ്ഡവരിൽപ്പെട്ടവർ അവസാനം വെന്തുരുകിപ്പോയി. ഗസയെ പോലെ മരുന്ന് തടഞ്ഞ്, ഭക്ഷണം തടഞ്ഞ് നിസ്സഹായാവസ്ഥയിലായി. ബോംബുകളിട്ട് തീ കൊളുത്തി നിസ്സഹായയായ ഒരു ജനതയെ കൊന്നൊടുക്കുന്ന നേരത്ത് ബെഞ്ചമിൻ നെതന്യാഹു വിജയം അവസാനത്തെ വിജയമല്ല. അവസാനം പാണ്ഡവ കൗരവ യുദ്ധത്തിന്റെ പരിണിത ഫലം എന്താ? പാണ്ഡവര് ജയിച്ചു, കൗരവര് തോറ്റു. പക്ഷേ ജയനത്തിന് ശേഷം മൗസല പുരാണം പറയുന്ന ഒരു കഥയുണ്ട്. നടന്നു പോകുന്ന വഴിയിൽ വേടന്റെ അമ്പേറ്റ്, കാലിൽ വേടന്റെ അമ്പേറ്റിട്ടാണ് ശ്രീകൃഷ്ണൻ മരിക്കുന്നത്. പാഞ്ചാലിയുമായി പോകുന്ന വഴിയിലാണ്, ശ്രീകൃഷ്ണന്റെ ഭാര്യയുമായി പോകുന്ന വഴിയിലാണ് അർജുനൻ കൊള്ളയടിക്കപ്പെടുന്നത്. ശ്രീകൃഷ്ണന്റെ വർഗമായിരുന്ന യദുവംശം മദ്യവും മദിരാക്ഷിയിലും പരസ്പരം കലാപം ചെയ്ത് അവസാനം കടലിൽ മുങ്ങിച്ചെത്തു. ആ കുലം തന്നെ പോയി. ബനു ഇസ്രായേൽ അവസാനിക്കും ഇവിടെ. ബനു ഇസ്രായേൽ എന്ന വഞ്ചകരുടെ സത്യം. ഇവരെ കൊലയും കൊല്ലയും യാതൊരുവിധ തത്വനിശ്ചയമില്ലാതെ ഇപ്പോൾ തുടങ്ങിയതല്ല. അവർ കാലങ്ങൾ മുതലേ പ്രവാചകന്മാരുടെ കഴുത്തറത്തവരാണ്. യാതൊരുവിധ ന്യായമില്ലാതെ ജയത്തിനൊക്കെ അപ്പുറം അവസാനം ഒരു നാമാവശേഷമായ ദ്വാരക പിന്നീട് കടലിൽ മുങ്ങിപ്പോയി എന്നാണ് ഈ മൗസല പുരാണം പറയുന്നത്. അതുകൊണ്ട് വിജയം ഒരു അവസാനമല്ല. അതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുക. കാലം തേടുന്ന പ്രവാചകൻ. അതുകൊണ്ടാണ് യുദ്ധം ചെയ്ത് വിജയിക്കാൻ ഒരു സമൂഹത്തിന്റെ കണ്ണുനീരും അവരുടെ സ്വത്തും അവരുടെ രക്തവും കൊല ചെയ്ത് നേടുന്ന വിജയം അന്തിമമല്ല എന്ന് ലോക ചരിത്രത്തെ പഠിപ്പിക്കാനാണ് മക്ക എന്ന ആട്ടിയോടിച്ച നാട് കാലിൽ കീഴിൽ വന്നു. മക്ക എന്ന ആട്ടിയോടിച്ച നാട് കാൽ കീഴിൽ വന്നു. എല്ലാവരും ആയുധം വെച്ച് കീഴടങ്ങി. മക്കാമ ഇബ്രാഹിമിന്റെ പുറകിൽ 2 റക്അത്ത് നിസ്കരിച്ച് വിനീത വിധേയരായി വിഡ്ഢിത്തത്തോടെ നിൽക്കുന്നവരോട് പ്രവാചകന്റെ ഒരു ചോദ്യമുണ്ട്. തല കൊയ്യാനല്ല. അതിൽ പ്രവാചകനെ അപകീർത്തിപ്പെടുത്തിയവരുണ്ട്, എതിർപ്പ് പറഞ്ഞവരുണ്ട്. എന്താണ് ജനാധിപത്യം? അംബേദ്കറോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ജനാധിപത്യം? അംബേദ്കർ പറഞ്ഞ മറുപടി ഭൂരിപക്ഷത്തോട് വ്യത്യസ്തനാവാൻ കഴിയുകയും ആ വ്യത്യസ്തതയുടെ പേരിൽ ആക്രമിക്കാതിരിക്കുകയും ചെയ്യപ്പെടുക എന്നതാണ് ജനാധിപത്യം. മനോഹരമാണ്. നമുക്ക് കേൾക്കേണ്ട വാക്ക്. ഭൂരിപക്ഷ ഹിതമാണല്ലോ. ഭൂരിപക്ഷം പറയുന്നത് അനുസരിച്ചാൽ മതി. അംബേദ്കർ പറയുന്നുണ്ട്, ഭൂരിപക്ഷത്തോട് വിയോജിക്കാൻ കഴിയുകയും ആ വിയോജിപ്പിന്റെ പേരിൽ വേട്ടയാടപ്പെടാതിരിക്കുകയും ചെയ്യുന്നതിനാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. കഅബ് ബിൻ സുഹൈർ പ്രവാചകന്റെ പ്രതിയോഗിയാണ്. വിയോജിച്ചു, പാട്ടെഴുതി പ്രവാചകനെ അപകീർത്തിപ്പെടുത്തി. കൽത്തുറുങ്കുകളോ കൈവിലങ്ങുകളോ കഅബ് ബിൻ സുഹൈറിനെ തേടിപ്പോയില്ല. കഅബ് ബിൻ സുഹൈർ മുമ്പിൽ വന്നു, പ്രവാചകരോട് പറഞ്ഞു, ഞാൻ അങ്ങയോട് വിയോജിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങേ പ്രകീർത്തിച്ചിട്ടില്ല, ഞാൻ അങ്ങയുടെ മാനം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പ്രതിയോഗി മുമ്പിൽ വന്ന് നിന്നപ്പോ കടുത്തറത്തിട്ട് കുന്തത്തിന് തൂക്കുകയല്ല, കൽത്തുറുങ്കുകളിൽ അടക്കുകയല്ല, തന്റെ ശരീരത്തിൽ കിടന്ന മേൽമുണ്ടെടുത്ത് കഅബ് ബിൻ സുഹൈറിന്റെ കഴുത്തിലേക്കിട്ട് കേറി വരൂ, വിയോജിക്കുക, വിയോജിപ്പിന് മേൽ ആക്രമിക്കപ്പെടാതിരിക്കുക എന്ന ജനാധിപത്യത്തെ മനോഹരമായി ലോകത്ത് നടപ്പാക്കി കൊടുത്തൊരു പ്രവാചകന്റെ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബ് ബിൻ സുഹൈറിനെ കൊന്നില്ല, ഇക്രിമയെ കൊന്നില്ല. തന്റെ ഏറ്റവും വലിയ എതിരാളിയായ അബൂജഹലിന്റെ മകനാണ് ഇക്രിമ. ആ ഇക്രിമ ഹബീബായ നബി തങ്ങൾ മക്കയിലേക്ക് വരുമ്പോ പ്രാണനം കൊണ്ട് ഓടുന്നുണ്ട്.
ഇന്ന് നമ്മുടെ സാഹിത്യകാരന്മാരും പലരും ഒക്കെ ഓടി രക്ഷപ്പെടുന്നത് പോലെ ആ ഓടുന്ന ഇക്രിമയോട് പറയുന്നുണ്ട്, തിരിച്ചു വന്നോളൂ. ഭാര്യ വന്ന് പറയുന്നുണ്ട്, എന്റെ ഭർത്താവ് നിങ്ങളെ പേടിച്ച് നിങ്ങൾ പ്രതികാരം നടത്തുമെന്ന് വിചാരിച്ചിട്ട് ഓടുകയാണ്, നിങ്ങൾ മാപ്പ് കൊടുക്കണം. ആ വിധവയാകാൻ പോകുന്ന സ്ത്രീയുടെ കണ്ണീര് കണ്ട് മാപ്പ് കൊടുത്ത് ഇക്രിമ വരുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പിടിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് എതിരാളികൾ, ജന്മനാട്ടിൽ നിന്ന് നാട്ടി ഓടിച്ചവർ, തന്റെ ബിലാലിനെ മലത്തിക്കടത്ത് പീഡിപ്പിച്ചവർ, തന്റെ മകളുടെ മരണത്തിന് കാരണമായവർ, എല്ലാവരും ഇങ്ങനെ പേടിച്ചു നിൽക്കുമ്പോ അവിടെ നിങ്ങൾ കൗരവരെയും പാണ്ഡവരെയുമല്ല, കാലത്തിന്റെ വിളംബരം ലോകത്ത് പറഞ്ഞ പ്രവാചകൻ പറഞ്ഞത്, ഇദ്ഹബൂ ഫഅൻതുമു തുലഖാഉ, നിങ്ങൾക്ക് മരണമില്ല, പ്രതികാരമില്ല. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇദ്ഹബൂ ഫഅൻതുമു തുലഖാഉ, നിരുപാധികം നിങ്ങളെ വിട്ടയച്ചിരിക്കുന്നു എന്ന്. ഏത് ജയത്തിന്റെ പുറകിലും പരിണിത ഫലം പരാജയമാകുമെന്ന് വിജയിച്ചവന്റെ തോളിൽ ചവിട്ടിയിട്ടല്ല, പരാജയപ്പെട്ടവന്റെ കണ്ണുനീര് കണ്ടിട്ടാണ് ലോകത്തിലെ ഏത് ചരിത്രവും മുമ്പോട്ട് പോയിട്ടുള്ളത്. വിജയിച്ച നെതന്യാഹുവിന്റെ തോളിൽ കയറിയിട്ടല്ല. പരാജയപ്പെട്ട ഗസ, ഹിജ്റയില്ലാത്ത ഗസ, പലായനമില്ലാത്ത ഗസ, ഹിജ്റയില്ലാത്ത ഗസയാണ്. എല്ലായിടത്തും ഹിജ്റയുണ്ട്, പക്ഷെ ഗസക്ക് ഹിജ്റയില്ല, പാലായനമില്ല. അപ്പുറത്ത് നിൽക്കുന്ന ഇസ്രയേലിന്റെ, അമേരിക്കയുടെ ജാരസന്ധമായ ഇസ്രയേൽ ജൂദായിസത്തിന് ട്രിപ്പിൾ പാസ്പോർട്ട് സംഘടിപ്പിച്ച് കീശയിൽ വെച്ച് അപ്പുറത്തൊരു പടക്കം പൊട്ടിയാൽ UK-യിലേക്കും ലോസ് ആഞ്ചലസിലേക്കും ഓടിപ്പായുന്ന ജൂതന്മാരുടെ മുമ്പിൽ ഹിജ്റയില്ലാത്ത, പാലായനമില്ലാത്ത 8 കിലോമീറ്റർ നീളമുള്ള ഗസക്കുള്ളിൽ ഒരു കല്ലും കവടയുമായിട്ട് നിൽക്കുന്ന ഫലസ്തീനിലെ പാവപ്പെട്ട പോരാളികളുണ്ട്. അവർക്ക് പലായനമില്ല, അവർക്ക് ഡബിൾ പാസ്പോർട്ട് ഇല്ല, അവർ തിരിഞ്ഞോടുന്നവരല്ല. ആയുധത്തിന് മുന്നിൽ നെഞ്ചുവിരിച്ച് ഇന്തിഫാദയിലൂടെ നിൽക്കുന്ന ഫലസ്തീനികളെ നിങ്ങൾക്ക് കഴുത്തറക്കാം, നിങ്ങൾക്ക് കല്ലെറിയാം, അവരുടെ വീടുകൾ ബുൾഡോസർ വെച്ച് തകർത്തെറിയാം. പക്ഷേ ഏരിയൽ ഷെറോണിനെ കാത്തിരുന്നത്, കംബോഡിയയിൽ മനുഷ്യന്റെ കഴുത്തറത്ത് സിംഹാസനം പടുത പോൾ പോട്ടിനെ കാത്തെടുത്തത്, ഈ ജൂദായിസത്തിന്റെ മുകളിൽ നിന്ന് ചരിത്രത്തിലെ ഏകാധിപതിയായ ഹിറ്റ്ലറിനെ കാത്തെടുത്തത്, അവസാനം അഡോൾഫ് ഹിറ്റ്ലർ ഏകാധിപതിയായി വീഴുമ്പോഴും 1947 ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് അഡോൾഫ് ഹിറ്റ്ലറിന് മുമ്പിൽ ഒരു വളർത്തുപട്ടി മാത്രമാണുള്ളതെങ്കിൽ നെതന്യാഹുവിന് ഒരു വളർത്തുപട്ടിയുടെ താരാട്ടുപാട്ട് കേൾക്കാൻ അവസരമുണ്ടാവില്ല. വിജയിച്ചു എന്ന് അവകാശപ്പെടുമ്പോഴും അതിന്റെ പുറകിൽ ഒരു പരാജയമുണ്ട്. ആ പരാജയം ആത്യന്തിക പരാജയമാണ്. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ രക്തരൂക്ഷിത യുദ്ധം നടത്താൻ അവസരം കിട്ടിയത് എന്റെ ഹബീബായ നബി തങ്ങൾക്കാണ്. കൈബാലയത്തിന്റെ മുമ്പിൽ തലകുനിച്ച് വെട്ടിയെടുത്തോളൂ എന്ന് പറയുമ്പോ എനിക്ക് വിജയിക്കേണ്ടത് ഈ വിട്ടുവീഴ്ചയിലൂടെയാണെന്ന് പറഞ്ഞു കൊടുത്ത് അവസാനം വരെ വരുന്ന മനുഷ്യകുലത്തിനോട് നന്മ പ്രവർത്തിക്കാൻ പറഞ്ഞു. എല്ലാവർക്കും അറിയാം ഈ ചരിത്രം, എല്ലാവർക്കും ഈ ചരിത്രം അറിയാം. പക്ഷേ അവരതിനെതിരെ കണ്ണടക്കിയാണ്. ധൃതരാഷ്ട്രരെ പോലെ മഹാഭാരതത്തിലൊരു കഥാപാത്രമുണ്ട്, ധൃതരാഷ്ട്ര, അന്ധനാണ്. അവസാനം അയാൾ മരിക്കാൻ നേരത്ത് അയാളുടെ ഭാര്യ ഗാന്ധാരിയോട് പറയുന്നുണ്ട്, ഗാന്ധാരി, എന്നെ നീ കല്യാണം കഴിക്കുമ്പോ ഞാൻ അന്ധനാന്ന് നിനക്കറിയില്ല, എനിക്ക് എന്റെ ഭർത്താവ് കാണാത്തതൊക്കെ കാണണ്ടെന്നവന് നീ തുണി കൊണ്ട് കണ്ണു മൂടിക്കെട്ടി, അപ്പോൾ എനിക്ക് നിന്നെ വിലക്കാമായിരുന്നു, നീ മൂടിക്കെട്ടണ്ട, നിനക്ക് ദൈവം തന്ന കണ്ണ് തുറന്നോളൂ എന്ന് എനിക്ക് പറയാമായിരുന്നു. ഞാൻ സമ്മതിച്ചില്ല. എന്റെ കണ്ണ് കാണാൻ പറ്റാത്ത വൈകല്യത്തിന്റെ പേരിൽ നൂറുകണക്കിന് ആളുകളെ ഞാൻ കൊന്നൊടുക്കി, ധാരാളം അധർമ്മം ഞാൻ ചെയ്തിട്ടുണ്ട്. മരിക്കാൻ നേരത്ത് പറയുന്നുണ്ട്, എനിക്ക് മാപ്പ് തരണം. ധൃതരാഷ്ട്ര പറയുന്നുണ്ട്, അദ്ദേഹം അന്ധനാണ്. അന്ധനാകുന്ന ഒരു കഥയുണ്ട്, അതൊക്കെ നമുക്ക് ഇപ്പൊ സംസാരിക്കാനുള്ള അംബികയും അംബാലികയും ചേർന്നിട്ടുള്ളൊരു കഥയാണ്. ധൃതരാഷ്ട്ര പറയുന്ന ഒന്നുണ്ട്, ജ്ഞാനമേ ധർമ്മ, നിജമേ പ്രവൃത്തി, ജ്ഞാനമേ അധർമ്മ, നിജമേ നിവർത്തി. അങ്ങനെ കുറെ ധൃതരാഷ്ട്രന്മാര് നമ്മുടെ ഇടയിൽ മഞ്ഞയോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ അണിഞ്ഞു നടക്കുന്നുണ്ട്. മഞ്ഞയാവാം, പല വർണ്ണങ്ങളാവാം. അന്ധനായി പോയതിന്റെ പേരിൽ ഞാനൊന്നും ചെയ്തിട്ടല്ല, നമ്മളാരും ചെയ്തിട്ടല്ല അവര് വിദ്യാഭ്യാസത്തിൽ പുറകിൽ പോയത്, നമ്മളാരും ചെയ്തിട്ടല്ല അവര് പുറകോട്ട് പോയത്. സ്വയം കൃതാനർത്ഥം കാരണത്താൽ നഷ്ടപ്പെട്ടു പോയത് മറ്റൊരുത്തിന് കിട്ടുമ്പോഴുണ്ടാകുന്ന അസൂയയുള്ള ധൃതരാഷ്ട്രന്മാരുണ്ട് ഇവിടെ. ജ്ഞാനമേ ധർമ്മ, നിജമേ പ്രവൃത്തി, ജ്ഞാനമേ അധർമ്മ, നിജമേ നിവർത്തി. സത്യം അതാണെന്നറിയാം, ജ്ഞാനമേ ധർമ്മ, ധർമ്മം അതാണെന്നറിയാം, പക്ഷെ നിജമേ പ്രവൃത്തി, അത് പ്രവർത്തിക്കാൻ പറ്റണില്ല. ജ്ഞാനമേ അധർമ്മ, അത് അധർമ്മമാണെന്നറിയാം, പറയുന്നത് തെറ്റാണെന്നറിയാം, പക്ഷെ നിജമേ നിവർത്തി, പറയാതിരിക്കാൻ നിവർത്തിയില്ല.
അങ്ങനെ ചില കെട്ടുകളുണ്ട്. ധർമ്മമാണെന്നറിയാം, പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അധർമ്മമാണെന്നറിയാം, നാട് നിൽക്കാൻ കഴിയുന്നില്ല. അധർമ്മങ്ങളെ പ്രവർത്തിക്കുകയും സ്വയം കണ്ണുകെട്ടി അവനവന്റെ അന്ധതയുടെ കാരണം മറ്റൊരാളാണെന്ന് കരുതി ലോകത്തോട് വൈരാഗ്യം തീർക്കുന്ന ഒരു ജനതയുടെ മുമ്പിൽ വന്ന് മുട്ടുകുത്തിയവരുടെ മുമ്പിൽ പോലും ഞാൻ നിങ്ങളോട് പ്രതികാരം ചോദിക്കില്ലെന്ന് പറഞ്ഞ് കാലത്തിന് മേൽ ആഗ്രഹിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുമ്പിൽ നെതന്യാഹുവിനെ കാത്തു നിൽക്കുന്നത് പോൾ പോട്ടിന്റെ, റുഷ്ചേവിന്റെ എല്ലാം തകർന്ന് തരിപ്പണമാകുന്ന ഒരു ലോകത്തിന്റെ ഗതിയാണ്. പ്രവാചകൻ അങ്ങനെയായിരുന്നില്ല. ആ പ്രവാചകനെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ പ്രവാചകനെതിരെ വൃദ്ധന്മാരുടെ പ്രക്ഷോഭം ഉണ്ടായില്ല. ആ പ്രവാചകനെതിരെ യുവാക്കളുടെ പ്രതിഷേധം ഉണ്ടായില്ല. നേപ്പാളിലെ സർക്കാരിനെ താഴെയിറക്കിയത് ജൻസി പ്രക്ഷോഭമാണ്. അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോ, ഫേസ്ബുക്ക് വിലക്കിയപ്പോ, ഇൻസ്റ്റാഗ്രാം വിലക്കിയപ്പോ നേപ്പാളിലെ യുവാക്കൾ തെരുവിലിറങ്ങി, പ്രധാനമന്ത്രി നാട് വിട്ടോടി, സർക്കാർ തടയപ്പെട്ടു. അവര് തന്നെ അധികാരത്തിലെത്തിയ സർക്കാർ അവരവരുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്തപ്പോൾ യുവാക്കൾ മുഴുവൻ നേതാവിനെ കൈയടിക്കുന്ന ഒരു കാലത്താണ്. ആ കാലഘട്ടത്തിലെ ജൻസി തലമുറയുടെ നേതാവ് ഇന്നത്തെ ജൻസി ഏതാണോ ആ ജൻസിയുടെ നേതാവാണ് മഹാനായ ഖുബൈബ് ഇബ്നു അദി. എന്റെ നേതാവിന് എന്തെങ്കിലും പറ്റിയാൽ അതിനേക്കാൾ നല്ലത് കഴുമരമാണെന്ന് പറഞ്ഞു സ്വയം കഴുമരത്തിലേക്ക് നടന്നുപോയ ഒരു ജൻസി തലമുറ. കൈസറിന്റെ കൊട്ടാരത്തിൽ ഭക്ഷണം വിളമ്പി വെച്ചിട്ട് ആ ഭക്ഷണം താഴെ വീണപ്പോൾ താഴെ വീണ ഭക്ഷണം കൈകൊണ്ടെടുത്ത് കഴിക്കുമ്പോ നീ എത്ര വലിയ ദരിദ്രനാണ് എന്ന് പരിഹസിച്ചവരുടെ മുമ്പിൽ പ്രവാചകന്റെ മുമ്പിൽ ഒരു ജൻസി തലമുറ ഉണ്ടായിരുന്നു. ഈ പമ്പര വിട്ടികൾക്ക് വേണ്ടി എന്റെ നേതാവിനെ ഞാൻ കൈയൊടിയാനോ എന്ന് ചോദിച്ച ആ ജൻസി തലമുറ ആമിറും ഖുബൈബ് ഇബ്നു അദിയും സയ്യിദ് ഇബ്നു ഹാരിസും സഅദ് ഇബ്നു അബീ വഖാസും ബിലാൽ ഇബ്നു റബാഹും നമ്മുടെ വഴികാട്ടികളാവണം. പ്രവാചക പ്രണയത്തിന്റെ പ്രദീപ്തമായ പ്രഫുല്ല മാതൃകകളായി അവരുടെ മുമ്പേ നമുക്ക് സഞ്ചരിക്കണം. ഈ കാലം, ഈ അനന്തപുരി, ഈ തലസ്ഥാന നഗരി, ഇവിടെ വെച്ച് നമ്മുടെ കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിന്റെ മധ്യഭാഗത്ത് നിന്ന് പറയുമ്പോൾ അതിന് പ്രസക്തിയേറെയുണ്ട്. നമ്മുടെ നാട്ടിൽ 5 വർഷം ഒരു മന്ത്രിസഭ ഭരിച്ചതിന് ശേഷം 10 വർഷം കഴിഞ്ഞാൽ, 8 മാസം കഴിഞ്ഞാൽ ഈ സർക്കാർ ഇവിടെ നിന്ന് മാറുന്ന സമയമാണ്. അവരുടെ കാലാവധി പൂർത്തീകരിക്കാൻ. ആ കാലാവധി പൂർത്തീകരിക്കുന്ന നേരം നേതൃത്വം നൽകിയ സർക്കാരിന് ജനങ്ങളോട് പറയാൻ എന്താണുള്ളത്? പിറ്റേ ദിവസം വരുന്ന പത്രമാധ്യമങ്ങളിൽ, ചാനലുകളിൽ കഴിഞ്ഞ 5 വർഷം അവർ നടപ്പാക്കിയ ജനക്ഷേമ പദ്ധതികൾ, റോഡ് വികസനങ്ങൾ, നഗര വികസനങ്ങൾ, ആശുപത്രി വികസനങ്ങൾ, പൗരന്മാർക്ക് വേണ്ടി ചെയ്ത വികസനങ്ങൾ, ഈ അനന്തപുരിയിൽ ലൈറ്റുകൾ കണ്ണുമിടിച്ചത്, പാലങ്ങൾ കമന്നു നിന്നത്, ഇങ്ങനെ ആ 5 വർഷത്തെ അല്ലെങ്കിൽ 10 വർഷത്തെ മുഴുവൻ ഭരണ നേട്ടങ്ങളും സ്ഥാനമടിയുന്ന നേരത്ത് ഭരണാധികാരിക്ക് പറയാനുണ്ടാവും. ഒരു പഞ്ചായത്തിന്റെ ഭരണസമിതി 5 വർഷം പൂർത്തീകരിക്കാൻ അവർ ലഘുലേഖ അച്ചടിക്കും. 5 വർഷം അവരുടെ നേതൃത്വത്തിൽ നടന്ന മുഴുവൻ കാര്യങ്ങളും, അതിനു മുമ്പുള്ളവര് തുടങ്ങിയതാണെങ്കിലും മുമ്പുള്ളവര് പിണങ്ങിയതാണെങ്കിലും അതെല്ലാം അവരുടെ കാലത്ത് നടന്ന നേട്ടങ്ങളെ കുറിച്ച് വാചാരമായി പറയാനുണ്ടാവും. ഒരു പഞ്ചായത്ത് മെമ്പർ അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തിയാക്കുന്ന നേരത്ത്, വിടവാങ്ങൽ നേരത്ത് അനുയായികളോട് പറയാനുള്ളതെന്നാണ് അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെ കുറിച്ച്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ലക്ഷക്കണക്കിന് അനുയായികളെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയിൽ അഭിസംബോധന ചെയ്യുമ്പോ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒരു ഭരണാധികാരിക്ക്, ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു ഭരണാധികാരികൾക്ക് കൃത്യമായ ഒരു മാതൃക ഈ കാലത്ത് തേടുന്നുവെങ്കിൽ ഒരു ഭരണാധികാരി എങ്ങനെ ആവണമെന്ന് പറഞ്ഞു കൊടുക്കാൻ പ്രവാചകൻ തന്റെ സമൂഹത്തിന് മുമ്പിൽ എഴുന്നേറ്റ് നിന്നു. ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ നിൽക്കുന്നത് ആരെയാണ് അഭിസംബോധന ചെയ്തതെന്നറിയോ? ആ കുതിരപ്പുറത്ത് നിൽക്കുന്നവരുണ്ട്, കാൽനടയായിട്ട് നിൽക്കുന്നവരുണ്ട്. അഭിസംബോധന ചെയ്യുന്നത് ആരെയെന്നറിയോ? പ്രിയപ്പെട്ട പ്രവാചകരെ, അങ്ങ് ഞങ്ങളോട് ഈ കുതിരപ്പുറത്ത് കയറിയിട്ട് യൂപ്പട്ടി നദിയിലേക്ക് എടുത്തു ചാടാൻ പറഞ്ഞാൽ അതിന് ഞങ്ങൾ സന്നദ്ധരാണ്. അലറിയെടുക്കുന്ന തിരമാലകൾ ഞങ്ങളെ പിന്നോട്ട് വലിക്കില്ലെന്ന് പറഞ്ഞ് പ്രവാചക സമക്ഷത്തിൽ സർവ്വത സമർപ്പിച്ച അനുയായികളെയാണ് അഭിസംബോധന ചെയ്യാൻ പോകുന്നത്. അവരോട് പറയാനുള്ളത് എന്താണ്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു നേതാവിന് ഭരണ നേട്ടങ്ങളല്ല, മക്കയുടെ വികസനമല്ല, മദീനയെ കീഴ്പ്പെടുത്തിയതല്ല, മക്കയിലെ കലാപങ്ങൾ അവസാനിപ്പിച്ചതല്ല, ഉമർ മുസ്ലിമായതല്ല,
ഹംസത്തുൽ ഖറാർ വധിക്കപ്പെട്ടതല്ല. കഴിഞ്ഞ 2 പതിറ്റാണ്ടിന്റെ ഇടയിൽ നടക്കുന്ന സ്തോഭജന്യമായ ചരിത്രത്തിന്റെ ഇന്നലകളെ ഒന്നും തന്നെ അനുയായികളോട് പറയാനുണ്ടായിരുന്നില്ല. ആ മഹാസമ്മേളനത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ് എഴുന്നേറ്റു. ഫഹമിദല്ലാഹ്, ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഫഹമിദല്ലാഹ്, ആദ്യമായി സകലമാന നേട്ടത്തിന്റെ പുറകിലും ഈശ്വര സാന്നിധ്യമാണെന്ന് ഉറച്ചു വിശ്വസിക്കാൻ തന്റെ എല്ലാ നേട്ടങ്ങളുടെയും പുറകിൽ നിന്ന് പടച്ച തമ്പുരാനെ സ്തുതിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞത്, നിങ്ങളെ ഞാൻ നന്നാക്കി തന്നില്ലേ, നിങ്ങളുടെ ദുസ്വഭാവം മാറിയില്ലേ എന്നല്ല. ആ വിടവാങ്ങുന്ന നേരത്ത് പറഞ്ഞ ആദ്യത്തെ പ്രഭാഷണത്തിന്റെ പ്രഘോഷണ ആമുഖം ഇങ്ങനെയായിരുന്നു: ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാലക്കും ഹറാം കഹുർമതി യൗമിക്കും ഹാദാ വഫി ശഹരി ഹാദാ വഫി ബലദി ഹാദാ. ലോക ചരിത്രത്തിന്റെ പ്രഭാഷകരും നേതാക്കളും അത്ഭുതപ്പെടുത്തും വിധം പ്രവാചകൻ ആദ്യം പറഞ്ഞത്, ഇന്ന് സമകാലീന ലോകം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കീർണതയ്ക്കുള്ള മറുപടിയായിരുന്നു. എന്റെ പ്രിയപ്പെട്ട അനുയായികളെ, ഇന്ന ദിമാഅക്കും, നിങ്ങളുടെ രക്തം, വഅംവാലക്കും, നിങ്ങളുടെ സമ്പാദ്യം, വഅറാലക്കും, നിങ്ങളുടെ അഭിമാനം, ഇത് മുഴുവനും നിഷിദ്ധമാണ്. നിങ്ങൾ ഈ ലക്ഷത്തിൽ പരം വരുന്ന ആളുകൾ, നിങ്ങളുടെ തൊട്ടടുത്തവൻ നിങ്ങൾ സംരക്ഷിക്കേണ്ടത്, എനിക്ക് ശേഷം നിങ്ങൾ സംരക്ഷിക്കേണ്ടത് മക്കയല്ല, ഞാൻ പിടിച്ചടക്കി തന്ന മദീനയല്ല, ഖൈബറും ഖന്തക്കുമല്ല. നിങ്ങൾ സംരക്ഷിക്കേണ്ടത് കയ്യെത്തും ദൂരത്ത് നിൽക്കുന്ന നിങ്ങളുടെ സഹോദരന്റെ അഭിമാനമാണ്. അവന്റെ അഭിമാനം നിങ്ങൾക്ക് നിഷിദ്ധമാണ്. ഒരു മനുഷ്യന്റെ അഭിമാനത്തെ ഹനിക്കുന്ന പരാമർശങ്ങളോ വാക്കുകളോ പ്രവൃത്തികളോ നിങ്ങൾക്ക് നിഷിദ്ധമാണെന്ന് മാത്രമല്ല, അടുത്ത് നിൽക്കുന്ന മനുഷ്യനാണ് ഏറ്റവും വലിയ പരിശുദ്ധിയുള്ളത്. ഏതുപോലെ അറഫ മൈതാനത്തെ നിങ്ങൾ മനസ്സിൽ എത്ര പരിശുദ്ധി നൽകുന്നുവോ, ഈ ഹജ്ജ് നടക്കുന്ന ദുൽഹജ്ജ് മാസം നിങ്ങളുടെ മനസ്സിൽ എത്ര പവിത്രമാണോ, ഈ നിൽക്കുന്ന സ്ഥലം, ഈ മക്ക പട്ടണം എത്രമേ നിങ്ങൾക്ക് വൈകാരികമാണോ, അതിനേക്കാൾ വൈകാരികമാകണം നിങ്ങളുടെ സഹോദരന്റെ അഭിമാനം. ആ അഭിമാനത്തെ ഹനിക്കുന്നതൊന്നും ഉണ്ടാവരുത് എന്ന് ആദ്യമായി മനുഷ്യന്റെ അഭിമാനത്തെ കുറിച്ച് പറഞ്ഞ, മാനവനാണ് മഹോന്നതൻ എന്ന് പറഞ്ഞ, മനുഷ്യത്വമാണ് വലുതെന്ന് പറഞ്ഞ അയൽപക്കക്കാരനോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാവാം, അതവന്റെ അഭിമാനത്തെ പിച്ച് ചിന്താൻ അത് കാരണമാവില്ല. നിങ്ങളുടെ കൂട്ടുകച്ചവടക്കാരനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം, പക്ഷേ ഫേസ്ബുക്കുകളിൽ മുഖമില്ലാത്ത ബുക്കുകളിൽ മുഖമുള്ള പ്രൊഫൈലുകളിൽ നിങ്ങൾക്കത് സാധ്യമല്ല. ഒരാളുടെ അഭിമാനത്തെ നിങ്ങൾ പിച്ച് ചീന്തരുത് എന്ന് ലോകത്തോട് ആദ്യം പറയാൻ, ഇന്നത്തെ സാമൂഹ്യ ലോകത്തിന്റെ തിന്മക്കെതിരെ പൊരുതാൻ കാലം തേടുന്ന ഒരു പ്രവാചകരെ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ രാവിലെ എഴുന്നേൽക്കുന്ന പത്രമാധ്യമങ്ങൾ, ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ, ചാനലുകൾ, അഭിമാനം നഷ്ടപ്പെട്ടു പോയി എന്ന പെണ്ണിന്റെ ആർത്തനാദങ്ങൾ, അഭിമാനം ഹനിക്കപ്പെട്ടു എന്ന് പുരുഷൻ അഭിമാനമില്ലേ എന്ന മറുചോദ്യങ്ങൾ, ഫേസ്ബുക്കുകളുടെ വാളുകൾ, ചാനലുകളുടെ വാളുകൾ, അഭിമാനത്തിന്റെ തിരസ്കരണത്തിന്റെ കഥ പറയുമ്പോൾ എനിക്കെതിരെ അപമാനം നടത്തിയവർക്കെതിരെ കേസ് കൊടുക്കാൻ ആൺ പെൺ വ്യത്യാസമില്ലാതെ സ്റ്റേഷനുകളുടെ വരാന്തകൾ കയറി ഇറക്കുന്ന ഒരു കാലത്ത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹിതമായ ഒരു പ്രഖ്യാപനമുണ്ട്: അവന്റെ അഭിമാനത്തെ നിങ്ങൾ പിച്ചു ചിന്തരുത്. അത് ഏത് ലഭ്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഞാനിതിനകത്തൊരു രാഷ്ട്രീയമില്ല, സമകാലീന സംഭവങ്ങളുമായിട്ട് ഇതൊരു ബന്ധമില്ല. കാലങ്ങൾക്കപ്പുറത്തേക്ക് നടന്നുപോയ പ്രവാചകന്റെ മഹിതമായ അധ്യാപനങ്ങൾ സമകാലീന പൂരണങ്ങൾക്കൊരു സമസ്യകൾക്കൊരു പൂരണമായി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രം.